സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ടോണി അച്ചായനും അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ബാനറിൽ ടോണി അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാറുണ്ട്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാറുണ്ട്, വീടിന് ലോൺ അടക്കാൻ പറ്റാത്തവർക്ക് അത് അടച്ചു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ചാരിറ്റി പ്രോഗ്രാമുകൾ ഈ പറയുന്ന അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടോണി അച്ചായൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇടയായി. അതായത് ഈ പറയുന്ന ടോണി അച്ചായൻ വെച്ചു കൊടുക്കുന്ന വീടുകളും അതുപോലെ തന്നെ ഈ പറയുന്ന സഹായിക്കുന്നു എന്ന് പറയുന്ന ചാരിറ്റി പ്രോഗ്രാമുകളും ഇതെല്ലാനും ഭയങ്കര ഫേക്കാണ്. അദ്ദേഹം ഫേക്ക് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. ഈ പറയുന്ന തൻ്റെ അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റീച്ചിന് വേണ്ടിയാണ് ഈ പറയുന്ന ടോണി അച്ചായൻ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേക്ക് ആയിട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസ് കണ്ടു. ഞാൻ ആദ്യം കണ്ടത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ആണ്. അതിനുശേഷം ഇറ്റ്സ് മീ കയസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വീഡിയോ കണ്ടു. അതുപോലുള്ള പല പല റിവ്യൂ ചാനലുകളിലും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് കണ്ടു. ഇതിനകത്ത് ഇവരെല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യം, അച്ചായൻ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു കാലിന് വയ്യാത്ത അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണുള്ളത്, ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഫാമിലിക്ക് അച്ചായൻ ഒരു വീട് വെച്ച് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വീട് വെച്ച് കൊടുത്തത് കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ഒരു വീട് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റും ഇറ്റ്സ് മീ കയസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് റിവ്യൂ ചാനലുകളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമാണെന്നുള്ള രീതിയിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഭാര്യയുമുണ്ട്. അപ്പോൾ അതേ സ്ഥലവും വീടും തന്നെയാണ് അച്ചായൻ വെച്ച് കൊടുത്തു എന്നുള്ള രീതിയിൽ അച്ചായൻ്റെ വീഡിയോയിലും കണ്ടത്. അപ്പോൾ സത്യത്തിൽ കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീടാണോ അച്ചായൻ വെച്ച് കൊടുത്ത വീടാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് സംശയം എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് മാക്സിമം സാങ്ഷൻ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു ഫാമിലിക്ക് വീട് വെക്കാനായിട്ട് കിട്ടുന്നത്. എൻ്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുള്ളൊരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറയുന്ന അച്ചായൻ ഈ ഒരു ഫാമിലിക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ ഈ ഒരു ഫാമിലിക്ക് കൊടുത്തതായിട്ടുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് അച്ചായൻ്റെ പക്കലുണ്ടെന്നുള്ള കാര്യം അച്ചായൻ കൃത്യമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അവിടെ എടുത്തിട്ട ഒരു കാര്യമാണ്. എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് അതിൻ്റെ എവിഡൻസ് ഉണ്ട്, അത് കാണിക്കാനായിട്ട് ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കൊടുക്കുന്ന 4 ലക്ഷം രൂപ കൊണ്ട് ഈ ഒരു വീട് കെട്ടിത്തീർക്കാൻ സാധിക്കില്ല. ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വീട് 4 ലക്ഷം രൂപക്ക് പണി തീർക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അച്ചായൻ കൊടുത്ത 4 ലക്ഷം രൂപക്കും ഈ ഒരു വീടിൻ്റെ പണി ഇതുപോലെ ഫ്ലോറൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. എങ്ങനെയൊക്കെ പോയാലും ഒരു 5-8 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപ വില വരുന്ന വീട് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വീട് അച്ചായൻ വന്ന് റിനോവേറ്റ് ചെയ്ത് ഈ ഒരു അവസ്ഥയിലാക്കി കൊടുത്തതായിരിക്കാം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്, 4 ലക്ഷം രൂപക്ക് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീട് വീണ്ടും ഒരു 4 ലക്ഷം രൂപ കൂടി മുടക്കി അച്ചായൻ ഈ ഒരു അവസ്ഥയിലാക്കി കൊടുത്ത് ഈ ഒരു ഫാമിലിയെ ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതായിരിക്കാം. എനിക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്